വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം വ്യാപകമായി പടർന്നു പിടിക്കുന്നതായി റിപ്പോർട്ട്. പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുന്നതിനായി പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. കോൺഗ്രസ് വേങ്ങൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി ബേസിൽ പോൾ നിർവഹിച്ചു. വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വേങ്ങൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മഞ്ഞപ്പിത്ത രോഗവ്യാപനം പ്രാദേശിക ദുരന്തമായി പ്രഖ്യാപിക്കുക, രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവർക്ക് അടിയന്തര സാമ്പത്തിക സഹായം ലഭ്യമാക്കുക, ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി ബേസിൽ പോൾ ഉദ്ഘാടനം ചെയ്തു. ഈ കുടിവെള്ള പൈപ്പ് ലൈനുകളെ ആശ്രയിച്ച് കുടിവെള്ളം ലഭ്യമാക്കി ജീവിക്കുന്ന കുടുംബങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. ആ കുടുംബങ്ങളൊക്കെ തങ്ങൾ അറിഞ്ഞില്ല ഈ വെള്ളം മലിനമാണ് എന്നുള്ളത്. തങ്ങളുടേതായ അല്ലാത്ത കുറ്റത്താൽ അവർ ഇന്ന് വലിയ അസുഖബാധിതരായി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സംഭവം ഇന്ന് വെങ്ങൂർ പഞ്ചായത്തിലും ആ സമീപ പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റിജു കുര്യൻ അധ്യക്ഷത വഹിച്ചു. തങ്ങളുടേതല്ലാത്ത കുറ്റത്താൽ രോഗബാധിതരായ മുഴുവൻ ആളുകളെയും സംരക്ഷിക്കുവാൻ ഗ്രാമപഞ്ചായത്തും സംസ്ഥാന സർക്കാരും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരുടെ ഭാഗത്ത് കൃത്യവിലോപം സംഭവിച്ചു. എന്നാൽ അതിനുശേഷം രോഗം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ യോഗം വിളിച്ചു എന്ന് പറയുന്നു. ഇവിടെ രഹസ്യമായി ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ട് ആ മീറ്റിംഗിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ജനങ്ങളുടെ തീരുമാനമല്ല, തങ്ങളുടെ മാത്രം തീരുമാനമാണ്. ആ തങ്ങളുടെ മാത്രം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിന്റെ ഒരു ദുരന്ത ഫലമാണ് ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.